വാർത്തകൾ വിശദമായി നോക്കാം. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റായി ബി രാഗേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി ലിസ്റ്റിൻ സ്റ്റീഫനും ട്രഷററായി മഹാസുബൈറും. എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസിന് പരാജയം. കൂടുതൽ വിവരങ്ങളുമായി സൈഫുൻ നിസ അലിയാരാണ് ചേരുന്നത്. സൈഫുൻ നിസ, ഇപ്പോൾ എങ്ങനെയാണ് മത്സര ഫലം വന്നിരിക്കുന്നത്? ഒരുപാട് വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെ ശേഷമാണല്ലോ ഇപ്പോൾ ഫലം പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഏറെ ചർച്ചയായതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. അതിനു മുൻപ് നാമനിർദ്ദേശ പത്രിക കൊടുത്ത ദിവസം മുതൽ വളരെ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു, ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞതായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ഔദ്യോഗിക പാനൽ തന്നെ വിജയിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക പാനലിൽ നിന്ന് ബി രാഗേഷ് പ്രസിഡന്റ് ആയിരിക്കുന്നു. ഒപ്പം തന്നെ സെക്രട്ടറിയായി ലിസ്റ്റിൻ സ്റ്റീഫനാണ് എത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ കൂടുതൽ പേർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോഫിയ പോളും ഒപ്പം തന്നെ സന്ദീപ് സേനും, അതായത് നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന സന്ദീപ് സേനൻ ഇത്തവണ വൈസ് പ്രസിഡന്റായി വന്നിരിക്കുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ വന്നിരിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ആൽവിൻ ആന്റണിയും ഹംസ എമ്മുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ട്രഷറർ സ്ഥാനത്തേക്ക് സജി നന്ദേട്ടിനെ തോൽപ്പിച്ച് മഹാസുബൈർ വിജയിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ 14 അംഗ എക്സിക്യൂട്ടീവും എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്ന ഹാളിലാണ്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വരും. ഇവിടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ട്, ഒപ്പം തന്നെ മറ്റ് ബി രാഗേഷ് ഉണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ച ബി രാഗേഷ് ഉണ്ട്. രാഗേഷ് ഏട്ടാ, തെരഞ്ഞെടുക്കപ്പെട്ടു. അതെ, എല്ലാവരും വിജയിച്ചു എന്നുള്ളതാണ്. ഫുൾ പാനൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരാൾ പോലും തോറ്റുപോയിട്ടില്ല. എല്ലാവരും വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. ചെറിയ മാർജിനല്ല. എനിക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ഔദ്യോഗിക പാനലിനെതിരെ വലിയ ആരോപണങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത്. അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നുള്ളത് അല്ല, ഞങ്ങളെ കൂടുതലുള്ള ആളല്ലേ. അപ്പോൾ പിന്നെ എല്ലാവരും വിജയിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിയുന്നത്. എല്ലാം വെറുതെ പറയുന്നതാണ്. സത്യസന്ധമായ ആളുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഭൂരിപക്ഷം ജയിക്കാൻ സാധിച്ചതെന്നുള്ളതാണ്. എന്തായാലും പ്രവർത്തനം ഇനി നേരത്തെ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പ്രവർത്തനം കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രസിഡന്റായിട്ട് മെച്ചപ്പെടുത്തും. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഒരു ടീമായിട്ടാണ്. അല്ല സെക്രട്ടറി പ്രസിഡന്റ് എന്നല്ല ലിസ്റ്റിന്. ഇവരെല്ലാവരും ഞങ്ങളെല്ലാം ഒരു ടീമാണ്. അതിനനുസരിച്ച് കറക്റ്റായിട്ട് പോകും. തീർച്ചയായും അതാണ് എല്ലാവരും. ജോബി ജോർജ് എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ചിരിക്കുന്നു. വിജയ് ബാബു, പുതിയൊരു ടീം വന്നിരിക്കുന്നു, എങ്ങനെ കാണുന്നു? പുതിയ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അതായത് നമ്മൾ ഇലക്ഷനിൽ നിൽക്കുന്നതിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് സംഘടനാ പാഠവും അല്ലെങ്കിൽ ഏറ്റവും എലിജിബിൾ ആയിട്ട് കാൻഡിഡേറ്റാണ് എല്ലാവരും വോട്ട് ചെയ്യുക. ആകെ 314 എല്ലാവർക്കും അറിയാലോ. അതായത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇലക്ഷനിൽ സംഭവിക്കുക. സംഘടന എന്ന് പറയുന്നത് ഒരു വളരെ 300-400 പേര് തീരുമാനം. അവർക്കറിയാം ആർക്കാണ് സംഘടന. ഇപ്പം ഞാൻ പറയട്ടെ, വിജയബാബുവിന്റെ പോസ്റ്റുകൾ നിർണായകമായി അതൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ. അതായത് എത്രയോ മന്ത്രിസഭകൾ എത്രയോ തുടർഭരണം നടത്തുന്നു അല്ലേ. അത് നമ്മൾ എന്തുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്യണത്? കാരണം അവർക്ക് എലിജിബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇതെന്താണിത് ക്യാമറ, എലിജിബിലിറ്റി ഉള്ളവർക്കാണ് നമ്മൾ സംഘടനാ പാഠവും അല്ലെങ്കിൽ അവർക്ക് അത് നടത്താം എന്ന് നമുക്ക് തോന്നുന്നവർക്കാണ് വോട്ട് കൊടുക്കണം. അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കുന്ന അവർ വിജയിക്കണം. അതിന് മേലോട്ടുള്ള ഒരാൾ ഇലക്ഷന് നിന്നാൽ അവർ ജയിക്കും. അതിന് മേലോട്ടുള്ള ആളുകൾ നിന്നില്ല എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ സംഭവിക്കുന്നത്. അത്രയും. അപ്പോൾ ഇവിടെ നിന്നിരിക്കുന്നവരെല്ലാം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് യോഗ്യതയുണ്ട് എന്നുള്ളത് ഈ 316 പേരും തീരുമാനിക്കുന്നു. അവർക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ നമ്മളതിനെ ബഹുമാനിക്കുന്നു, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ ഇതിലൊരു ഫൈറ്റോ അങ്ങനെയൊന്നുമില്ല. പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സ് യോഗ്യത ഉള്ളവർ ആരാണെന്ന് തീരുമാനിക്കുന്നു, അവർക്ക് വോട്ട് കൊടുക്കുന്നു. അവർ വിജയിച്ചു, അവർ നടത്തട്ടെ, അത്രയല്ലേ ഉള്ളൂ. ഒരുപാട് പോസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റൊന്നും കമൻറ്റ് ചെയ്യാൻ ഞാനില്ല. നത്തിങ്. വേറെ എന്തെങ്കിലും? യെസ്, ആട് 3 കുറിച്ച് സംസാരിക്കാം. ആട്3യെ പറ്റി പറയാൻ ഇനി സമയമുണ്ടല്ലോ നമുക്ക്. ആട്3യെ പറ്റി പറയാൻ ഇനി ഒരുപാട്. ശരി. സൈഫുൻ നിസ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റായി ബി രാഗേഷാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സെക്രട്ടറിയായി ലിസ്റ്റിൻ സ്റ്റീഫനും ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വിജയ് ബാബു അടക്കമുള്ള ആളുകളുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.